ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. പക്ഷേ അവിയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഈസി ആയിട്ട് കുക്കറിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പം പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ, വേഗം റെഡിയാക്കണം, എനിക്ക് ഈ ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കണം എന്നുള്ള അവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എരിവും പുളിയുള്ള ഐറ്റം കാണിക്കൂ, എരിവും പുളിയുള്ള ഐറ്റം കാണിക്കുന്നു. അപ്പോൾ ഇതിൽ എരിവില്ല, എന്നാൽ പുളിയുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അവിയൽ എങ്ങനെ റെഡിയാക്കാം, കുക്കറിൽ വെച്ചിട്ട് അവിയൽ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അങ്ങനെതാ നമ്മൾ അവിയലിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 5 ഐറ്റമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചേനയുണ്ട്, ബീൻസ്, അതുപോലെ തന്നെ വെള്ളരി, പച്ചക്കായ, നമ്മളെ മത്തനും ഉണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങക്ക ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അരിയുന്നതെന്നൊക്കെ അറിയാമല്ലോ, അവിയലിൻ്റെ ഒരു പാകത്തിനുള്ള അരിയലൊക്കെ. ഞാനിപ്പോൾ അത്ര മൊഞ്ചാക്കിയിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല സ്റ്റൈലാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്തോളൂ. ഇനി നമുക്കൊരു വലിയ കുക്കർ എടുക്കണം. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേനയുണ്ട്, അതുപോലെ തന്നെ പച്ചക്കായ, മത്തൻ. അപ്പോൾ ഈ അവിയലിൽ ഉണ്ടാക്കാനുള്ള ഒരു പണി എന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പണിയുള്ളൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് കുറച്ചൊരു സമയമെടുക്കും കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്. ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അരിയുന്നത് കൂട്ടാതെയാണ് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ അവിയൽ റെഡിയാക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അവിയലിലേക്ക് ആവശ്യമുള്ളത് അറിയാലോ, തൈരാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തൈര് എന്ന് പറയുന്നത് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമുള്ളത് ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിനൊക്കെ എനിക്കൊരു 4 ടേബിൾ സ്പൂണാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ പതുക്കെ ആ തൈര് എല്ലാ ഭാഗത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ എല്ലായിടത്തും തൈരൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അതോടെ ഇരിക്കട്ടെ, നമ്മൾക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു 2 കൈപ്പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊട്ടും എരിവില്ലാത്തൊരു പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്, ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്തോളൂ. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പച്ചക്കറിയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങാക്കൂട്ടെല്ലാം എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെജിറ്റബിൾ ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. നന്നായി കനം കുറച്ചിട്ടാണ് നിങ്ങൾ അരിയണമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങയിലേക്കും തൈരും എല്ലാത്തിനും പാകം നോക്കിയിട്ട് നമ്മൾക്ക്
ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്തായാലും നമ്മളെ അവിയൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സി നേരത്തെ ഇതാക്കി വെച്ചല്ലോ, അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ അത്രയും വെള്ളം തന്നെ മതി. അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ പിന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത്ര വെള്ളം സൂക്ഷിച്ചൊഴിക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഓണാക്കാനായിട്ട്. എന്നിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ നമ്മളിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ കുക്കർ ഒരു വിസിലടിച്ചു. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. കണ്ടല്ലോ, ഒട്ടും വെള്ളമൊന്നുമില്ല. നമുക്ക് നല്ല പാകത്തിന് തന്നെ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. അതൊന്ന് പിച്ചിട്ട് കൊടുക്കാം. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരളവിൽ ഞാൻ പറഞ്ഞ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവിയൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിലും എന്നെ താഴെ കമൻസിൽ അറിയിക്കണേ, ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ പ്രഷർ കുക്കർ അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് വീഡിയോ കാണുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.